കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ബർഗർ ഇഷ്ടമാണ് അല്ലേ? അതുപോലെ നമുക്കൊരു ബർഗർ കേക്ക് ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ട് ഫോണ്ടൻ്റ് ഒന്നുമില്ലാത്ത ഒരു ബർഗർ കേക്ക് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ലെയേഴ്സ് എത്ര വേണമെന്ന് കാണിച്ചു തരാം. 8 ഇഞ്ചിൻ്റെ 6 ഇഞ്ചിൻ്റെ 2 സ്പോഞ്ചാണ് ചെയ്തത്. ബർഗർ കേക്കിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു ലെയറും, പിന്നെ ബേസിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ 2 ലെയറും, പിന്നെ ടോപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും 4 ഇഞ്ചിൻ്റെയും 3 ഇഞ്ചിൻ്റെയും 5 ലെയറാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ചിന് 2 ലെയറായിട്ട് കട്ട് ചെയ്തായിരുന്നു, അത് പക്ഷെ ഞാൻ യൂസ് ചെയ്തില്ല. ഫസ്റ്റ് ബേസാണ് ചെയ്യുന്നത്. അതിനായിട്ട് 6 ഇഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ വയ്ക്കുകയാണ്. ഇത് വെനില കേക്കാണ് ചെയ്യുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ വെച്ച് നട്ട്സൊക്കെ ഇട്ട് വെനില കേക്കാണ് ചെയ്യുന്നത്. അടുത്ത 6 ഇഞ്ചിൻ്റെ സെക്കൻഡ് ലെയർ വയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ബർഗർ ബണ്ണിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വയ്ക്കുന്നുണ്ട്. ഇതിൽ ഞാൻ നമ്മൾ വേറെ കളറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സൈഡിലൊന്നും കൂടുതൽ വിപ്പിംഗ് ക്രീം ഞാൻ ചേർത്തിട്ടില്ല. ഈ കേക്ക് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ഐസിങ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം 6 ഇഞ്ചിൻ്റെ ഒരു ലെയർ വയ്ക്കുകയാണ്. അത് ഐസിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് 5 ഇഞ്ചിൻ്റെ ഒരു ലെയറും 4 ഇഞ്ചിൻ്റെയും 3 ഇഞ്ചിൻ്റെയും ലെയർ ഐസിങ് ചെയ്യാതെ തന്നെ വയ്ക്കുകയാണ്. അത് കുറച്ച് കർവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷാർപ്പായി പോവും. ഇതുപോലെ 4 ഇഞ്ചിൻ്റെയും 3 ഇഞ്ചിൻ്റെയും ലെയർ വെച്ച് ജസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് മെയിൻ കളർ വെച്ച് വേണം മെയിൻ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസ് കേക്കിൽ ബ്രൗൺ കളർ കൊണ്ട് കോട്ട് ചെയ്യുകയാണ്. ഈ കോട്ടിങ്ങിനായിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അത് നല്ല ബീറ്റായതിന് ശേഷം അതിൽ കുറച്ച് ഒരു 2 ഡ്രോപ്പ് അല്ലെങ്കിൽ 3 ഡ്രോപ്പ് ഓറഞ്ച് ജെൽ കളർ ആഡ് ചെയ്യണം. അതിൽ നേവി ബ്ലൂ അല്ലെങ്കിൽ റോയൽ ബ്ലൂ കളർ കുറച്ച് ഒരു ഡ്രോപ്പും വേണ്ട, കുറച്ച് ആഡ് ചെയ്ത് കളർ നോക്കിയിട്ട് വേണം. നമുക്ക് ആവശ്യമുള്ള കളർ ആയെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്ലൂ കളർ ആഡ് ചെയ്യണം. അപ്പോഴത്തേക്കും ഈ ഒരു ബ്രൗൺ കളർ കിട്ടിക്കോളും. ഞാൻ മുകളിലത്തെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കളർ ചെയ്യുന്നതേ ഉള്ളൂ, കൂടുതൽ കോട്ടിങ് ചെയ്തെടുക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ OHP ഷീറ്റോ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ഭാഗയിലെ അതും ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇനി വേണം നമുക്ക് ഇതിൽ നല്ല കറക്റ്റ് കർവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബണ്ണിൻ്റെ മുകളിലത്തെ ഭാഗത്തിൻ്റെ ഷേപ്പല്ലേ അതുപോലെ ആക്കി കൊടുക്കണം. അതിനായിട്ട് ഒരു OHP ഷീറ്റോ ഏതെങ്കിലും ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കർവ് കണക്ക് കിട്ടും. അത് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കർവ് ഒരു ബൗൾ ഷേപ്പ് കിട്ടും. കുറച്ച് ടൈം എടുക്കും ഒന്ന് പോളിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാലും നമുക്ക് കറക്റ്റ് ഒരു കർവ് കണക്ക് കിട്ടും. ബണ്ണിൻ്റെ മുകളിലത്തെ ആ ഭാഗമില്ലേ അതുപോലെ കിട്ടും. ഈ കേക്കിൻ്റെ മുകളിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ഗനാഷ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും പിന്നെ നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്ന് ബ്രൗൺ കളർ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ലൂസാക്കി എടുത്തിട്ട് അതിൻ്റെ 1/4 കപ്പ് ഈ ചോക്ലേറ്റിൽ ഒഴിച്ച് ഡബിൾ ബോയിൽ ചെയ്ത് ലൂസാക്കി ഗനാഷാക്കി എടുക്കണം. ഡബിൾ ബോയിലർ മെത്തേഡ് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള ഒരു ചരുവോ ഒരു ബൗളോ എടുക്കണം. അതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ഗനാഷിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രവും കൂടി ഇറക്കി വെച്ച് ഒരു അരമണിക്കൂർ കഴിയും. അരമണിക്കൂർ വേണ്ട, ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ അത് നല്ല മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ബ്രൗൺ കളർ ഗനാഷായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ടീസ്പൂൺ ഗനാഷ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ OHP ഷീറ്റ് വെച്ച്
അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഗനാഷ് ഒഴിച്ച് പോളിഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇനി സെൻറ്ററിൽ വയ്ക്കാനുള്ള സിംഗിൾ ചിക്കൻ കേക്ക് കാണിക്കാം. അതിനായിട്ട് 8 ഇഞ്ചിൻ്റെ ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു 7 ഇഞ്ച് അളവിൽ ഞാൻ അൺഇവനായിട്ട് ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിംഗിൾ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു ഷേപ്പില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഗനാഷില്ലേ, അത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ ചെയ്ത സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കി ഗനാഷ്. എന്നിട്ട് അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ആ ഒരു കേക്കിൻ്റെ ഫുള്ള് കവർ ചെയ്യണം. സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സിംഗർ ചിക്കൻ്റെ ഫ്രൈഡ് ചിക്കൻ്റെ കളറ് കിട്ടും. പിന്നെ നമ്മളിതിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന് മുമ്പായിട്ട് ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും ഈ ഗനാഷൊക്കെ നല്ല കേക്കിൽ പിടിച്ചിരിക്കും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗനാഷൊക്കെ കേക്കിൽ നല്ല പിടിച്ച്. ഇനി നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് എടുക്കുകയാണ്. ഒരു 1/2 കപ്പ് കോൺഫ്ലെക്സ് എടുക്കുന്നുണ്ട്. നമ്മൾ പാലിലൊക്കെ ഒഴിക്കത്തില്ലേ, അത് നല്ല രീതിയിൽ ഞവടി പൊടിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പിടിച്ച് ഒന്ന് പൊടിഞ്ഞതിന് ശേഷം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം, കവർ ചെയ്ത് കൊടുക്കണം. അത് വെച്ച് ഇത് ആ ഒരു സിംഗിൾ ചിക്കൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കണം. ഗനാഷ് ഒഴിച്ചതായതുകൊണ്ട് ഈ ക്രംസ് നല്ല രീതിയിൽ പിടിച്ചിരിക്കും. ഇതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ബർഗർ കേക്കിനകത്ത് വയ്ക്കാനുള്ള ചീസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ മാംഗോ കോമ്പൗണ്ടാണ് എടുക്കുന്നത്. മാംഗോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്. ഇത് നല്ല ഡാർക്ക് മാംഗോ, പഴുത്ത മാങ്ങയുടെ കളറില്ലേ, ആ കളറാണ്. നമ്മൾ മാംഗോ ഫോറസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റാണ് അത്. ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഗനാഷ് എന്നല്ല, ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് ഒരു ബട്ടർ പേപ്പർ എടുത്ത് ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ക്രംസ്, സിംഗിൾ ചിക്കന് പകരം ചെയ്ത് വെച്ചേക്കുന്ന കേക്കില്ലേ, അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പരുവത്തിനുള്ള സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ 4 എൻഡും എന്ന് വെച്ചാൽ ബട്ടർ പേപ്പറിൻ്റെ 4 എൻഡും കുറച്ച് വെളിയിലോട്ട് തള്ളിയിരിക്കണം. എന്നാലല്ലേ അതിൽ ആ ഒരു ചീസ് ഷീറ്റ് അറിയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ കറക്റ്റായിട്ട് ആ ഒരു സൈസിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന മാംഗോ കോമ്പൗണ്ട് ഇല്ലേ, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മാംഗോ കോമ്പൗണ്ട് മറ്റ് കോമ്പൗണ്ട്സിനെയും കാട്ടി കുറച്ച് തിക്കാണ്. അപ്പം നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് പറ്റുമെങ്കിൽ ഒരു 2 ലെയറായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇതുപോലെ ഒഴിച്ച് ഒന്ന് കട്ടിയാക്കി എടുക്കണം. അങ്ങനെ ചെയ്യുന്നതിന് കുറച്ചും കൂടെ നല്ലത്. ഇതിലിപ്പോൾ ഞാൻ ഒരു ലെയറേ ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്ത് വച്ചതിന് ശേഷമാണ് ഒരു ലെയറും കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നേനെന്ന് മനസ്സിലായത്. അപ്പം ഇത് ഫുള്ളാக ഞാനിപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് ചോക്ലേറ്റ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്പൂൺ വെച്ച് വരച്ചിരുന്ന ആ ഒരു ലൈനൊക്കെ ഇല്ലേ, അതൊക്കെ പോയി നല്ല കറക്റ്റ് പ്ലെയിൻ ആയിട്ടിരിക്കും. ഇത് അങ്ങനെ എടുത്ത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അതോട് എന്ന് വെച്ചാൽ അതിൻ്റെ വെളിയിലൊക്കെ ഇരിക്കുന്നതിൻ്റെ കൂടെ തന്നെ വയ്ക്കരുത്, പ്രത്യേകം മാറ്റി വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇരുന്ന് ഡ്രൈ ആവും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെയ്തതൊന്നും ഒരു ഉപയോഗം ഇല്ലാതായിപ്പോവും. ഇത് ഇനി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ആ സമയത്ത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന സിംഗർ ചിക്കൻ്റെ കേക്കില്ലേ, അതിൽ കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഫ്രൈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ചോക്ലേറ്റ് ഫുൾ ഡ്രൈ ആവാൻ പാടില്ല, ഒരു 3/4 ഡ്രൈ ആയിട്ട്, എന്ന് വെച്ചാൽ ഒന്ന് തൊട്ട കയ്യിൽ പറ്റത്തില്ല എന്നാൽ കട്ടിയായതുമില്ല, ആ ഒരു കണ്ടീഷനിലാവുമ്പോഴത്തേക്കും അതെടുത്ത് ഈ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ വയ്ക്കണം. വച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്
പിന്നെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഫ്രിഡ്ജിൽ. ഇപ്പോൾ എന്താ ഒരു 10 മിനിറ്റായി. ഞാൻ എന്നിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന ബട്ടർ പേപ്പർ പതുക്കെ റിമൂവ് ചെയ്യുകയാണ്. ഇത് സ്പീഡ് കൂടിയോണ്ട് ഒരു സൈഡൊക്കെ അങ്ങ് പൊട്ടിപ്പോയി. ഇപ്പോൾ അത് കറക്റ്റ് ആ ഒരു ചീസ് ഷീറ്റിൻ്റെ ആ ഒരു ലെയറായിട്ട് തന്നെ കിട്ടി. ഇനി ഞാൻ കുറച്ച് കളേഴ്സ് ചെയ്യാണ്. റെഡ് കളർ ചെയ്തിട്ടുണ്ട്, ഗ്രീൻ കളർ ചെയ്തിട്ടുണ്ട്, പിന്നെ പർപ്പിൾ കളർ. ഈ ഒരു പർപ്പിൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡാർക്ക് പിങ്കിൽ ഒരു കുഞ്ഞു ഡ്രോപ്പ് നേവി ബ്ലൂ ആഡ് ചെയ്തതാണ്. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഒണിയൻ്റെ കളർ കിട്ടി. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നമ്മുടെ ബേസ് ഭാഗമില്ലേ ആ ഭാഗത്ത് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ലീഫ് നോസിൽ വെച്ച്, ഇതാണ് ലീഫ് നോസിൽ, സെൻറ്ററിൽ ഇതുപോലൊരു കട്ടുള്ളതാണ് ലീഫ് നോസിൽ. അത് ഗ്രീൻ കളറാണ്. അത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമുക്ക് ബർഗറിലൊക്കെ ലെറ്റസും അല്ലെങ്കിൽ ക്യാബേജൊക്കെ വയ്ക്കത്തില്ലേ, അതുപോലെ അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഷേക്ക് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ക്രീംസ് എല്ലാം ഞാനൊരു അരക്കപ്പ് ഓളം എടുത്തിട്ടുള്ളൂ. അത് മതിയായിരുന്നു ഈ കളർ ചേർക്കാൻ വേണ്ടിയിട്ട്. അതുമല്ല, ഇപ്പം ഞാൻ ഇതിന് ചേർത്തേക്കുന്നത് ഗാർഡൻ ഗ്രീനാണ്. ഇനിതാ ഇതുപോലത്തെ ചെറിയ റോസറ്റിൻ്റെ നോസിലെടുക്കണം. അതിൽ ഇതുപോലെ അതെടുത്ത് ജസ്റ്റ് റെഡ് ടൊമാറ്റോ റെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ടൊമാറ്റോയുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ആ നോസിലില്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് ഒരു ഹോളിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൻ്റെ ഹോളിട്ടിട്ട് അതിൽ ഫില്ല് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ആക്കി ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ സിംഗർ ചിക്കൻ്റെ കേക്കില്ലേ, ആ കേക്ക് എടുത്ത് മുകളിൽ വെച്ച് കൊടുക്കണം. അത് വച്ച സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി. ഞാനത് എടുത്തായിരുന്നു, ബട്ട് അത് എങ്ങനെ മിസ്സായിന്ന് അറിയത്തില്ല. അതെൻ്റെ കയ്യിൽ ഇല്ല ഇപ്പം. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ഗ്രീൻ ലീഫ് നോസിൽ വെച്ച് സെയിം നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ താഴെ ചെയ്ത ലീഫിൻ്റെ അതിൻ്റെ കറക്റ്റ് മുകളിൽ തന്നെ അടുത്ത ലീഫും ചെയ്യാതെ അതിൻ്റെ സൈഡിലായിട്ടുള്ള ഭാഗത്തുള്ള മുകളിൽ അടുത്ത ലീഫ് ചെയ്യണം. ടൊമാറ്റോ റെഡ് ചെയ്യുമ്പോഴും എന്ന് വെച്ചാൽ ടൊമാറ്റോയ്ക്ക് പകരം നമ്മൾ ചെയ്യുന്നതും കുറച്ച് വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ അടുത്ത ലെയർ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഒണിയന് പകരമായിട്ടാണ് ഈ ഒരു പർപ്പിൾ കളർ എടുത്തിരിക്കുന്നത്. ഈ പർപ്പിൾ ഫുള്ളാக ഞാൻ കവർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ആ വൈറ്റ് വിപ്പിംഗ് ക്രീമും പർപ്പിളും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു കളറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പർപ്പിൾ ഫുള്ളാக അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഒണിയൻ്റെ ആ ഒരു ലുക്കും കൂടെ കിട്ടും. ഇതെല്ലാം പുറത്തോട്ട് തള്ളിയിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് സ്ട്രോബെറി ക്രഷും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മുകളിലത്തെ കേക്ക് കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് കട്ടിയായിട്ട് അവിടെ അകത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്, തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലത്തെ ലെയറും കൂടെ വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ ബർഗർ കേക്ക് റെഡിയായി. അതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓർഡറൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിക്കും കൂടെ വെച്ച് കുത്തിയിട്ട് വേണം കൊടുക്കുക. അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അത് സ്ലിപ്പായി എല്ലാം കൂടി പിരിന്ന് വീണ് പോവും. അതുകൊണ്ട് കുറച്ച് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ വീട്ടിലേക്കായതുകൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബർഗർ കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.